റിപ്പോർട്ട് ബ്രേക്കിംഗ്. മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ മുരാരി ബാബു ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വലിയ തിരിമറി നടത്തിയെന്ന മുൻ ഉപദേശക സമിതി അംഗം രഘുനാഥൻ നായർ. ക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായത് മറച്ചുവച്ചതിൽ ദുരൂഹതയുണ്ട്. നെറ്റിപ്പട്ടവും കുടകളും പുതുക്കി പണിതതിൽ മുരാരി ബാബു കൃത്രിമം കാട്ടി. ഭക്തർ നൽകുന്ന വഴിപാടുകൾ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നും ക്ഷേത്രത്തിൽ മണൽ വിരിച്ചതിലടക്കം അഴിമതി നടന്നിട്ടുണ്ടെന്നും രഘുനാഥൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുരാരി ബാബു ഇരുന്ന കാലത്ത് തിരിമറികളെ നടന്നിട്ടുള്ളൂ. ക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായി, വലിയ വിളക്കിന് തീ പിടിച്ചു, ശ്രീകോവിലകത്ത് ഭഗവാൻ ഇരിക്കുന്നിടത്ത് തീ പിടിച്ചു. ഒന്നും പുറത്ത് വന്നിട്ട് അതുവരെ ഭഗവാൻ ഇരിക്കുന്നത് 2.5 മണിക്കൂറാണ് തീ പിടിച്ചത്. അതുവരെ രഹസ്യമാക്കി വെച്ചു. അതേപോലെ തന്നെ 2 സ്വർണ്ണ തിടമ്പുകളുണ്ട്, വലിയ തിടമ്പും ചെറിയ തിടമ്പും. ഈ 2 തിടമ്പും അറ്റകുറ്റപ്പണികളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു മാളികയുണ്ട്. മാളികയുടെ താഴെ പാത്രപ്പുരയ്ക്കകത്ത് വെച്ച് ദേവസ്വം ഗാർഡുകളെ സെക്യൂരിറ്റി ആക്കി വെച്ചുകൊണ്ട് ഭക്തജനങ്ങളെ കയറ്റാതെ രഹസ്യമായി ദേവസ്വം ഉദ്യോഗസ്ഥർ തന്നെ അകത്തിരുന്നുണ്ട് ഇത് പണിയുകയുണ്ടായി. പണിത സ്മിത്ത ആരാന്ന് പോലും ആർക്കും അറിയത്തില്ല. ഈ പണിതതിലും ഇപ്പോൾ ഇതിനകത്ത് സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ടോ തന്നെ സംശയമുണ്ട്. ഇപ്പോൾ ഭക്തജനങ്ങളൊക്കെ പറയുന്നത് മണൽ വിരിച്ചാലും ദേവത്തിൻ്റെ കാലത്ത് ക്ഷേത്രം അതിൽ അഴിമതി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് 25 വർഷം മുമ്പുള്ള ദേവസ്വം രജിസ്റ്ററും ഇന്നുള്ള ദേവസ്വം രജിസ്റ്ററും വെച്ച് പരിശോധിക്കണം. അതിനകത്ത് എന്തുമാത്രം സാധനങ്ങൾ പോയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് സംശയമുണ്ട്. അഖിൽ കെ വിവരങ്ങളുമായി. അഖിൽ, ഏറ്റുമാനൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മുരാരി ബാബുവിനെതിരെ നേരത്തെ അന്വേഷണം നടക്കുകയും റിപ്പോർട്ട് ലഭിക്കുകയൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ രഘുനാഥൻ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുകയാണല്ലോ. എന്താണ് പറയുന്നത്? അതിന്മേൽ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടായിരുന്നു? സ്മൃതി, യാതൊരു നടപടിയും ആ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കാരണം അതിനുശേഷം, അതായത് കൃത്യമായി ഈ സംഭവം നടന്നതിന് ഒരു 3 മാസത്തിനിപ്പുറം ഇദ്ദേഹത്തിന് പ്രൊമോഷൻ നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഇതിലൊരു സമഗ്രമായ അന്വേഷണം, അതായത് 25 വർഷം മുമ്പുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഒരു സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായ കണ്ടെത്തലുകളായിരുന്നു അന്നത്തെ വിജിലൻസ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതായത് ഇദ്ദേഹം കൃത്യമായി പറയാതെ അല്ലെങ്കിൽ ആരോടും പറയാതെ കൊണ്ട് തന്നെ ഈ സ്വർണ്ണപ്പാളി ശ്രീകോവിലകത്തുള്ള ഇത്തരത്തിൽ 3 നാഗപത്തികൾ വിളക്കി ചേർക്കുകയുണ്ടായി. അതിൽ അത് സ്വർണ്ണമാണോ എന്ന സംശയം പോലും ഇപ്പോൾ പ്രകടിപ്പിക്കുകയാണ്. കാരണം ഇത്തരം ശബരിമല വിഷയങ്ങൾ തന്നെ നമുക്കറിയാം. ഒപ്പം തന്നെ വളരെ വിജിലൻസ് കണ്ടെത്തിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം വിജിലൻസ് നടത്തുന്ന പരിശോധനയിൽ 6 കാര്യങ്ങൾ കാണാതെ പോവുകയും പിന്നീട് നടത്തുമ്പോൾ അതിൽ 5 കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പല വഴിപാടുകളും, അതായത് ഈ വഴിപാടുകൾ നടത്തുമ്പോൾ അതിന്റെ ഒന്നും തന്നെ രസീതുകൾ നൽകാതെ ഈ ഭക്തജനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഇയാൾ പൈസ സംരക്ഷിച്ചത് എന്ന ചോദ്യമാണ് ഉയരുന്നത്.